മച്ചാനെ കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ, ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണ്ടേ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഹേയ് ദിസ് ഈസ് ആശിഷക്കു 24. ഏകദേശം ഒരു 5:30 ഞാനും ചേട്ടാണ് വെളുപ്പിന് എഴുന്നേറ്റത്. അടുക്കളയിൽ കയറിയിട്ട് ഓരോ പാത്രം തപ്പി നോക്കുന്നുണ്ട്. സ്വന്തം വീടെന്ന പോലെ. സ്വന്തം വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ വീടിൻ്റെ ഉടമസ്ഥൻ എഴുന്നേറ്റ് വരുന്നോളം വരെ കാപ്പിക്ക് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു. പിന്നെ വേറെ വഴി നോക്കിയപ്പോൾ അടുക്കളയിൽ കയറുക, കാപ്പിപ്പൊടി തപ്പുക, കാപ്പി ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിൽ എന്നാ വ്യൂ ആണെന്നറിയാവോ? കൂട്ടത്തിൽ മഴയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു കട്ടൻ കാപ്പിയും. ഓ എന്താ ഫീലാ. വെളുപ്പിനെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി കൈ കൊണ്ട് കൊടുത്തപ്പോഴും അത് നോക്കി മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കുന്ന ഒരവസ്ഥയെ. കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ റൂമിലേക്ക് കയറി. അവിടെ ഞങ്ങൾ പിന്നെ പാട്ട് കച്ചേരി നടത്താൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരുങ്ങുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം സ്റ്റേ തന്ന ആ വീട്ടുകാരോട് വളരെ സ്നേഹത്തോടെ നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മൂന്നാറിലെപ്പം ഞങ്ങൾ കാല് കുത്തിയോ അപ്പം തുടങ്ങിയ മഴ. ഈ മഴ ഞങ്ങൾ കോട്ടയം എത്തുന്നത് വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ വെള്ളയൊക്കെ ഇട്ടോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും എങ്ങോട്ടാണ് എന്ന്. അത് ഞങ്ങൾ ചർച്ചിലേക്കാണ് പോയത്. ചർച്ചിൽ ആരാധന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഇറങ്ങി. വയറ് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കാനൊന്ന് കയറിയായിരുന്നു ഇടയ്ക്ക്. ഈ ഹോട്ടലിൽ വന്നത് അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കും. അല്ല കുട്ടാ, എനിക്കൊന്നും പറയുന്നില്ലേ. എന്തായാലും ഞങ്ങൾക്ക് മൂന്നാല് ഒറ്റ സ്ഥലവും കാണാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായി. കാരണം കഴിച്ചു ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ്. വരുന്ന വഴിക്ക് ഏകദേശം മഴയൊക്കെ കുറഞ്ഞു. പിന്നെ വരുന്ന വഴിക്കൊന്ന് ചായ കുടിക്കാമല്ലോ നോർത്ത് ചായക്കട കയറി. അവിടെ നിന്ന് കയറി ചായയും കുടിച്ച് തീർന്നില്ല. അതിനിപ്പോൾ അടുത്ത മഴയും പെയ്തു. നല്ല കാറ്റ് വരുന്നു. കഷ്ടകാലം നല്ലത് എന്തു പറയാനാ. അബദ്ധത്തിലാണെങ്കിൽ പോലും മൂന്നാർ ചെന്നപ്പോൾ ഞാൻ ഒരു പാചകക്കാരനായി മാറി. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഇടയ്ക്ക് ഇതുപോലത്തെ സഹായം നമ്മൾ മൂന്നാർ ചെല്ലുമ്പോൾ കാണിക്കണമല്ലോ. കടയിലെ ഉടമസ്ഥൻ വരുന്നത് വരെ മാഗി ഉണ്ടാക്കിയത് ഞാനാണ്. അത് ആ പുള്ളിക്കൊരു ഹെൽപ്പായി. എനിക്ക് വളരെ സന്തോഷമായി. ചെന്ന സമയം മുതൽ നല്ല മഴയെന്ന് പറഞ്ഞാൽ കിട്ടിയ സമയം മാക്സിമം യൂസ് ചെയ്തു. ഈ യാത്ര ഒരു മടുപ്പും ഉണ്ടായില്ല. അതാണ് സത്യം പറഞ്ഞ ഒന്നാമത്തെ കാര്യം. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു യാത്ര പോകുന്നേ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാമെന്ന്. ഇടയ്ക്ക് മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി ചെറിയ യാത്ര മതി. ഇതുപോലത്തെ ചെറിയ യാത്ര